സർപ്രൈസ് കൊടുത്താലോ എന്ന് ഓർത്തപ്പോഴാണ് ഈ കാര്യം ഓർത്തത്. ചേട്ടൻ്റെ വീട്ടിൽ പോയി അവൻ്റെ സൈക്കിൾ എടുത്തോണ്ട് വന്നേ. കുറേ നാളായി അവൻ പറയുന്നു എൻ്റെ സൈക്കിൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന്. പുതിയ വീടും പരിസരവും ഒക്കെ ആയിട്ട് നമ്മളൊന്ന് ഇണങ്ങിക്കഴിഞ്ഞിട്ടൊക്കെ ഇത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാണ് കേട്ടോ എടുക്കാതിരുന്നത്. നോക്കുമ്പോൾ അത് ഉപയോഗിക്കാണ്ട് അവിടെ ഇരുന്ന് ചീത്തായി പോകുന്നു. പിന്നെ കൊണ്ടുവന്നാലും കുഞ്ഞപ്പൻ എങ്ങോട്ടെങ്കിലും ഇതും കൊണ്ട് പൊക്കളഞ്ഞാലോ എന്നൊരു ടെൻഷനും എനിക്ക് ഉണ്ടായിരുന്നേ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചേട്ടൻ അവനെ പോയി വിളിച്ചോണ്ട് വന്നു. നോക്കുമ്പോൾ മീനും വാങ്ങിച്ചിട്ടുണ്ട് കറി വെക്കാൻ, പിന്നെ ചായക്ക് എന്തോ അവൻ കടിയും വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടേ. അപ്പോഴാണ് എന്നോടൊരു കാര്യം ഭയങ്കര ബിൽഡപ്പിൽ പറയുന്നത്. നോക്കുമ്പോൾ ഒരു വലിയ പാക്കറ്റ് ബിങ്കോയും വാങ്ങിച്ചോണ്ട് വന്നിരിക്കും. ഈ സാധനമൊക്കെ മേടിച്ച് എന്തിനാ, ഇതൊന്നും കൊള്ളത്തില്ലെന്ന് അറിയാമല്ലോ. ഇടയ്ക്ക് സിനിമ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും കുഞ്ഞപ്പൻ ഇതുപോലത്തെ വേറെ ലേസ് വാങ്ങിക്കാറുണ്ട്. ഇത് അത്ര നല്ലതല്ല കേട്ടോ. പിന്നെ കൊതി തോന്നുമ്പോൾ വല്ലപ്പോഴും ഒരു പ്രാവശ്യം തിന്നു. ഇനി ഒരു കോമഡി കാണിച്ചു. 2 ദിവസമായിട്ടോ കുഞ്ഞപ്പൻ ഒരു പല്ലു ആട്ടി നടക്കുന്നത്. എങ്കിൽ അത് പറിക്കാൻ സമ്മതിക്കുവോ? അതുമില്ല. അങ്ങനെ ചേട്ടൻ അവനെ പറ്റിച്ച് നൈസായിട്ട് പറിച്ചെടുത്ത് കേട്ടോ. അവൻ പോലും അറിഞ്ഞില്ല പല്ല് പറിച്ചെടുത്തത്. വേദനയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പല്ല് പറിയൊക്കെ കഴിഞ്ഞത് ചായ കൂടി തുടങ്ങി. രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കി ഉണ്ടായിരുന്നത് കഴിച്ചു. അതുപോലെ പഴംപൊരിയും കഴിച്ചു. ഉച്ചക്കത്തെ ചിക്കൻ ഫ്രൈയുടെ ബാക്കി ഉണ്ടായിരുന്നു. അത് കുഞ്ഞപ്പൻ റാഞ്ചി കൊണ്ടുപോയി കേട്ടോ. അവന് സ്കൂളിൽ കൊടുത്ത് വിട്ടതാണ് ഞാനത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ, സീ യു.